والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اذكروا الله ذكرا كثيرا. صدق الله مولانا العظيم. مثل الذي يذكر ربه والذي لا يذكر ربه كمثل الحي والميت. صدق رسول الله صلى الله عليه وسلم. السلام عليكم ورحمة الله. ബഹുമാന്യരായ സാദാത്തുക്കൾ, മഹാന്മാരായ ഉലമാക്കൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് ആഖിറത്തിൽ ഉപകരിക്കുന്ന സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളൊക്കെ അറിഞ്ഞതുപോലെ കേട്ടതുപോലെ എല്ലാവരാലും ബഹുമാനിക്കപ്പെടുന്ന മഹാനായ സയ്യിദ് ശിഹാബുദ്ദീൻ തങ്ങൾ മൂപ്പരുടെ നേതൃത്വത്തിൽ മാസം തോറും ഇവിടെ നടന്നു വരാറുള്ള ഈ മദക്ക എന്ന ഈ പ്രദേശത്ത് നടന്നു വരാറുള്ള മഹത്തായ ജലാലിയ അതിൻ്റെ 7ാമത്തെ വാർഷിക മഹാസമ്മേളനമാണ് ഇന്ന്. ഇതെല്ലാം നമുക്കറിയാം. അള്ളാഹു എല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബാദപ്പള്ളി ഉസ്താദ് വളരെ അർത്ഥവത്തായ നമുക്കൊക്കെ ചിന്തിക്കാനും പകർത്താനും പറ്റിയ ചുരുങ്ങിയ സമയത്തുള്ള സംസാരം, അള്ളാഹു അതൊക്കെ പ്രാവർത്തികമാക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ. അതിൻ്റെയും പുറമെ ബഹുമാന്യരായ ഒരുപാട് ഉലമാക്കൾ നമ്മുടെ ശൈലിയിലുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഓതിയ ഒരു ആയത്ത്, അതിൻ്റെ ഒരു ലാഹിറർത്ഥം പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഈ മജ്ലിസ് പരിശുദ്ധമായ ദിക്റിൻ്റെ മജ്ലിസാണ്. ആ മഹത്തായ ദിക്റിനെ കുറിച്ച് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല സ്ഥലത്തും നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. കൂട്ടത്തിൽ ഒരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്റിനെ കുറിച്ച് നമ്മോട് പറഞ്ഞത് യാ അയ്യുഹല്ലദീന ആമനു ദുഖുറുല്ലാഹ ദിക്റൻ കസീറാ എന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഉദ്കുറുല്ലാഹ, അല്ലാഹ്ക്ക് നിങ്ങൾ ദിക്റ് ചൊല്ലണം. ദിക്റൻ കസീറാ, ഒരല്പം ദിക്റ് ചൊല്ലിയാൽ പോരാ, പെരുത്തും ദിക്റ് ചൊല്ലണം. അല്ലാഹ്ക്ക് നിങ്ങൾ അധികരിച്ച ദിക്റ് ചൊല്ലണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തി. ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അല്ലാഹ്ക്ക് നിങ്ങൾ പെരുത്തും ദിക്റ് ചൊല്ല എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ താല്പര്യം? അല്ലാഹ്ക്ക് നിങ്ങൾ കൂടുതലായി ദിക്റ് ചൊല്ലണം, നിങ്ങൾ പെരുത്തും ദിക്റ് ചൊല്ലണം, നിങ്ങൾ അധികമായി ദിക്റ് ചൊല്ലണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം എന്താ? താല്പര്യം ഞാൻ സ്വന്തം വിവരിക്കുകയല്ല. മഹാനായ ഇമാം സാവി തങ്ങൾ മൂപ്പരുടെ തഫ്സീർ സാവിയിൽ ഈ ആയത്ത് വിശദീകരിക്കുന്നത് കാണാം. എന്താണ് മഹാനവറുകളുടെ വിശദീകരണം? അല്ലാഹ്ക്ക് നിങ്ങൾ പെരുത്തും ദിക്റ് ചൊല്ലണമെന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ താല്പര്യം മഹാനവറുകൾ വിവരിക്കുന്നു. ഐ ബില്ലൈലി വന്നഹാരി ഫിൽ ബർരി വൽ ബഹരി വസ്സിഹത്തി വസ്സഖമി വസ്സിർരി വൽ അലാനിയത്തി വഫീ കുല്ലി ഹാൽ. ഇമാം സാവി തങ്ങൾ മൂപ്പരുടെ തഫ്സീർ സാവിയിൽ ഈ ആയത്ത് അങ്ങനെയാണ് നമുക്ക് വിശദീകരിച്ചു തന്നത്. അല്ലാഹ്ക്ക് നിങ്ങൾ പെരുത്തും ദിക്റ് ചൊല്ലണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ താല്പര്യം ഐ ബില്ലൈലി വന്നഹാരി, രാത്രി സമയത്ത് അല്ലാഹ്ക്ക് നിങ്ങൾ ദിക്റ് ചൊല്ലണം. പോരാ, വന്നഹാരി, പകൽ സമയത്തും അല്ലാഹ്ക്ക് നിങ്ങൾ ദിക്റ് ചൊല്ലണം. പോരാ, വൽ ഹളരി, നാട്ടിലുള്ള സമയത്ത് നിങ്ങൾ അല്ലാഹ്ക്ക് ദിക്റ് ചൊല്ലണം. വസ്സഫരി, യാത്രയിൽ ആയ സമയത്തും, നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്തും
അള്ളാഹിനെ നിങ്ങൾ മറന്നു പോകാൻ പാടില്ല. അള്ളാഹ്ക്ക് നിങ്ങൾ ദിക്ർ ചൊല്ലണം. വസ്സിഹത്തി വസ്സഖമി, നല്ല ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹ്ക്ക് നന്നായി നിങ്ങൾ ദിക്ർ ചൊല്ലണം. വസ്സഖമി, നിങ്ങളുടെ ആരോഗ്യം ചിലപ്പോൾ നഷ്ടപ്പെട്ട് നിങ്ങൾ ഒരു പക്ഷേ കിടപ്പിലോ വിരിപ്പിലോ ആയിപ്പോയി. അള്ളാഹു നമ്മളെ കാത്തു സലാമത്താക്കി തരട്ടെ. ഈ മജ്ലിസിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും ആഫിയത്ത് അള്ളാഹു നിലനിർത്തി തരട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊണ്ട് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആഫിയത്ത് നഷ്ടപ്പെട്ട പിന്നെ എന്തുണ്ടായിട്ട് കാര്യമില്ല. നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് പൊന്നല്ല, വെള്ളിയല്ല, ബിസിനസ്സല്ല, ഏർപ്പാടല്ല, എസ്റ്റേറ്റല്ല, കമ്പനിയല്ല. നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ ആരോഗ്യമാണ് എന്ന് ഞാനും നിങ്ങൾ മനസ്സിലാക്കണം. അള്ളാഹു നമ്മുടെ കൂട്ടത്തിൽ ആരോഗ്യം മോശമായൊരു പലരുമുണ്ട്. എല്ലാവരുടെയും ആരോഗ്യം അള്ളാഹു മെച്ചപ്പെടുത്തി തരട്ടെ. അപ്പോൾ വസിഹത്ത്, നിനക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് അള്ളാഹ്ക്ക് നീ ദിക്ർ ചൊല്ലണം. വസ്സഖമി, നിന്റെ ആരോഗ്യമൊക്കെ നശിച്ച് നീ ഒരു പക്ഷെ രോഗിയായി, നീ കിടപ്പിലായി, നീ വിരിപ്പിലായി, എന്നാലും അള്ളാഹിൻ്റെ ദിക്ർ നീ വിട്ടുപോകരുത്. അള്ളാഹിൻ്റെ ദിക്ർ നീ വിട്ടുപോകരുത്. വീണ്ടും ഇമാം സാവി തങ്ങൾ പറയുന്നു, വസ്സിരി വൽ അലാനിയ, ആരുമാരും അറിയാതെ ആരുമാരും കാണാതെ പാതിരാ സമയം പോലെയുള്ള സമയത്ത് നീ ഒറ്റക്കിരുന്ന് സിറായി അള്ളാഹ്ക്ക് ദിക്ർ ചൊല്ലണം. പോരാ, വൽ അലാനിയ, ഇതുപോലത്തെ വലിയ വലിയ മജ്ലിസിൽ സംബന്ധിച്ച് പരസ്യമായും അള്ളാഹ്ക്ക് നിങ്ങൾ ദിക്ർ ചൊല്ലണം. എന്നിട്ട് അവസാന മഹാനവരുകൾ പറയുന്നു, വഫീ കുല്ലി ആലിൻ, എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിൻ്റെ ദിക്ർ നിന്റെ നാവിലുണ്ടാകണം. ലാ യസാലു ലിസാനുക റത്ബൻ മിൻ ദിക്രില്ലാഹ്, ഹദീസാണ്. എല്ലാ സമയത്തും നിന്റെ നാവ് അള്ളാഹിൻ്റെ ദിക്ർ കൊണ്ട് പസമയാകണം. ആ നിലക്ക് അള്ളാഹുവിൻ്റെ ദിക്ർ അധികരിപ്പിക്കുന്ന ശരിയായ ദാക്കിരിങ്ങളുടെ കൂട്ടത്തിൽ, ദാക്കിറാത്തിൻ്റെ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അവസാനം മരിക്കുന്ന സമയത്ത് ദിക്ർ കൊണ്ട് നമ്മുടെ ഖൽബ് ശുദ്ധിയാവുമെന്നല്ലേ വാദപ്പുളി ഉസ്താദ് നമ്മളെ കേൾപ്പിച്ചത്. ആ നിലക്ക് നമ്മുടെ ഖൽബ് ശുദ്ധീകരിക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഒരു സംഗതിയാണ് ദിക്ർ എന്നുള്ളത്. ഇമാം ഖസാലി തങ്ങൾ മഹാനവരുകളുടെ ഇഹ്യാ ഉലൂമുദ്ദീൻ എന്ന കിതാബിൽ ദിക്റിന്റെ വാബിൽ ദിക്റിന്റെ മഹത്വം വിവരിക്കുന്ന ദിക്റിന്റെ അധ്യായത്തിൽ മഹാനവരുകൾ ബിസ്മിയും ഹംദും സലാത്തും സലാമും ഒക്കെ ചൊല്ലിയതിൻ്റെ ശേഷം ദിക്റിനെ കുറിച്ച് ഇമാം ഖസാലി തങ്ങൾ ഇഹ്യയിൽ പറയുന്നു. എന്താ അമ്മാ ബഅദ് എന്ന് പറഞ്ഞിട്ട് മഹാനവരുകൾ പറയുന്നു, വർഷങ്ങൾക്ക് മുമ്പ് അൽമദീനായിൽ ഉസ്താദുൽ അസാത്തീദ് ശൈഖുന മഞ്ഞനാടി ഉസ്താദ് 7 കൊല്ലക്കാലം ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത കിതാബാണ് ഇഹ്യ. അള്ളാഹുവെ, മഹാനവരുകളുടെ അതുപോലെയുള്ള മഹാന്മാരുടെ ദർജകൾ നീ ഉയർത്തണേ അള്ളാഹ്. എന്താണ് ഖസാലി ഇമാം തങ്ങൾ പറയുന്നത്? ദിക്റിന്റെ അധ്യായത്തിൽ ബിസ്മി ഹംദു സലാത്തൊക്കെ സലാമൊക്കെ ചൊല്ലി അമ്മാ ബഅദ് പറഞ്ഞിട്ട് ഇമാം ഖസാലി തങ്ങൾ ഇഹ്യയിൽ പറയുന്നു, ഫലൈസത്ത് ബഅദ തിലാവത്തിൽ ഖുർആനി ഇബാദത്തുൻ തുഅദ്ദാ ബിൽ ലിസാനി അഫ്ളല മിൻ ദിക്രില്ലാഹ്. സുബ്ഹാനല്ലാഹ്. ഇത് മഹാനായ ഇമാം ഖസാലി തങ്ങളുടെ ഈ ഒരു വാക്ക് തന്നെ ദിക്റിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമുക്ക് ധാരാളം മതി. ഫലൈസത്ത് ബഅദ തിലാവത്തി കിതാബില്ലാഹി തആല ഇബാദത്തുൻ തുഅദ്ദാ ബിൽ ലിസാനി അഫ്ളല മിൻ ദിക്രില്ലാഹ്. ഏറ്റവും വലിയ ദിക്ർ അള്ളാഹിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനാണ്. ഖുർആനെ കഴിച്ചിട്ട് മറ്റൊരു ദിക്റില്ല. ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും മുമ്പന്തിയിൽ നിൽക്കുന്ന ദിക്ർ അള്ളാഹിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആനാണ്. അതുകൊണ്ട് തന്നെയാണ് ഇമാം ഖസാലി തങ്ങൾ പറഞ്ഞത്, അള്ളാഹിന്റെ കലാമാകുന്ന വിശുദ്ധ ഖുർആൻ നീ പാരായണം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിന്റെ നാവ് കൊണ്ട് നീ നിർവഹിക്കുന്ന ഇബാദത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ഇബാദത്ത് അള്ളാഹിന്റെ ദിക്റാണ്. ഫലൈസത്ത് ബഅദ തിലാവത്തിൽ ഖുർആനി ഇബാദത്തുൻ തുഅദ്ദാ ബിൽ ലിസാനി അഫ്ളല മിൻ ദിക്രില്ലാഹ്. അല്ലാഹുവേ, ആ മഹത്തായ ദിക്ർ, ആ മഹത്തായ ഖുർആൻ പാരായണം കൊണ്ട്, ആ മഹത്തായ ദിക്ർ അധികരിപ്പിക്കൽ കൊണ്ട് അല്ലാഹുവേ ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. അതിൻ്റെയൊക്കെ കാരണം കൊണ്ട് ഞങ്ങളുടെ ദോഷങ്ങൾ നീ പൊറുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ഖൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ രോഗങ്ങൾ നീ ശിഫിയാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അവസാനം
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് സ്വർഗം കണ്ട് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരി തൂകുന്ന മുഖം കണ്ട് അല്ലാഹുവേ ഈ ലോകത്തോട് വിട പറയാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതിനൊക്കെ ഈ മജ്ലിസ് ഞങ്ങൾക്ക് നീ കാരണമാക്കി തരണേ അല്ലാഹ്. നീ കാരണമാക്കി തരണേ അല്ലാഹ്. സാദാത്തുകൾ ഇവിടെ വരാനുണ്ട്. അതുപോലെ മഹാന്മാരായ ആലിമീങ്ങളൊക്കെ നമ്മുടെ മജ്ലിസിലുണ്ട്. ബഹുമാനപ്പെട്ട വാദപ്പുണി ഉസ്താദുണ്ട്, മൂളൂർ ഉസ്താദുണ്ട്, അതുപോലെ തന്നെ ഉമർ സഖാഫി ഉസ്താദ്, അതുപോലെ തന്നെ നമ്മുടെ സുന്നത്ത് ജമാഅത്തിൻ്റെ ഏറ്റവും വലിയ ആവേശമായ കമ്പളകോട്ട് ഉമർ ഉസ്താദ്, അങ്ങനെ ഒരുപാട് ആലിമീങ്ങളും നേതാക്കളും എല്ലാമുള്ള ഇനിയും ഒരുപാട് ആലിമീങ്ങളും സാദാത്തുക്കളും നേതാക്കളൊക്കെ ഈ മജ്ലിസിലേക്ക് എത്താറുണ്ട്. അള്ളാഹുവെ മഹാനായ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ ജലാലിയ പരിപാടി, ഈ മഹത്തായ പരിപാടി അള്ളാഹുവെ പൂർണ്ണമായ കബൂലിയത്തോടെ വിജയത്തോടെ നീ പൂർത്തീകരിച്ച് തരണേ തമ്പുരാനെ. ഇതിനു വേണ്ടി തങ്ങളെ കൂടെ ഓടി നടക്കുന്ന, പ്രവർത്തിക്കുന്ന, അധ്വാനിക്കുന്ന, സഹായിക്കുന്ന, സഹകരിക്കുന്ന എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണേ റഹ്മാനെ എന്ന് ദുആ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.